السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وضبطا كاملا رب تمن بالخير والسعادة. ബഹുമാനമുള്ള ദഅവ ഗ്രൂപ്പിലെ ബഹുമാനികളെ പ്രധാനികളെ, റജബ് മാസത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം എത്തിയിട്ടുണ്ട്. പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജിൻ്റെ ദിനത്തോട് അടുത്തു വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകന് സമാധാനം നൽകിയ ആ ഒരു പരിശുദ്ധമായ മാസത്തിൻ്റെ ദിനങ്ങളിലൂടെ നാം സഞ്ചരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഏറ്റവും കൂടുതൽ വേദനയാണ് ഉണ്ടായത് എന്നത് സത്യവുമാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ജുമുഅ വരെ നിലനിർത്തപ്പെടാത്ത ഒരവസ്ഥ ഉണ്ടായി എന്നതാണ്. ഇവിടെ വളരെയധികം ചിന്തിക്കുകയും കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് എന്നത് പറയാതിരിക്കാൻ വയ്യല്ലോ. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ, നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ അതിനുമപ്പുറത്ത് ചില കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നതും സത്യമാണ്. പടർന്നുകൊണ്ടിരിക്കുന്ന, വ്യാപകമായി കൊണ്ടിരിക്കുന്ന രോഗം നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രാദേശികമായിട്ട് നമ്മുടെ രാജ്യങ്ങളിൽ അങ്ങനെ വ്യാപകമായിട്ട് ഇല്ല എന്നതും ഒരു സത്യമാണ്. എന്നിരുന്നാലും ഓരോ കാര്യങ്ങൾ, ഓരോ രോഗങ്ങളും മറ്റും ഇവിടെ വരുമ്പോൾ ബാഹ്യമായ ചില കാരണങ്ങൾ അതിനൊക്കെ ഉണ്ടാവാം. കാരണം മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതി ഇറക്കുമതികളിലൊക്കെ ഉണ്ടാവുന്ന നല്ലതും ചീത്തയുമായ സാധനങ്ങളുടെ വരവും പോക്കും അതിന് കാരണമായിരിക്കാം. പല രാജ്യങ്ങളിലുമുള്ള ചില ബാക്ടീരിയ, വൈറസൊക്കെ പക്ഷികളിലൂടെയോ മറ്റോ ഒക്കെ പിടിപെട്ട് നമ്മുടെ നാടുകളിലേക്ക് എത്താൻ അത് കാരണമാകും. ഇതൊക്കെ ഒരു ബാഹ്യമായ കാരണങ്ങളാണ്. ആന്തരികമായ കാരണങ്ങളും അതിൻ്റെ ബാക്കിൽ ഉണ്ട് എന്നതും നാം മനസ്സിലാക്കണം. ഏതായിരുന്നാലും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവര് അത്ഭുതവാനാണ് എന്ന് ഹദീസ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവൻ വളരെയധികം വിഷമിക്കുന്നതിലപ്പുറം മറ്റൊരു വശം അവൻ്റെ മനസ്സിൽ തെളിയേണ്ടത് ഉണ്ട്. എന്തു വന്നാലും ശരി, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആ മുഅ്മിനിന്റെ ഒരു കാര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ വിശ്വാസിക്ക് അവന്റെ സകല അമലുകളും അവർക്ക് യുജ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ മുഅ്മിന യുജ്റു എന്നാണ്. ഒരു വിശ്വാസി അവനിക്ക് പ്രതിഫലം നൽകപ്പെടുന്നു എന്നാണ്. അലാ കുല്ലി അമലി, അവന്റെ സകല പ്രവർത്തനങ്ങളിലും അവനിക്ക് കൂലിയുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്ത ഷൗക്കത്തി യുഷാഖു എന്ന ഹദീസിൽ കാണാം. അവന്റെ ശരീരത്തിൽ തറച്ച ഒരു മുള്ള്, ഒരു വേദന, അത് സഹിച്ചതിന്റെ പേരിലും അവനിക്ക് കൂലി നൽകപ്പെടുന്നു എന്നാണ്. അപ്പോൾ വ്യാപകമായിട്ട് കേൾക്കുന്ന ഈ ഒരു രോഗത്തിന്റെ, വൈറസിന്റെ അവസ്ഥയിൽ അതിൽ നിന്നും രക്ഷപ്പെടാനും വേണ്ടി, മുക്തതയ്ക്കു വേണ്ടി നമ്മുടെ മനസ്സൊരുകിയിട്ടുള്ള പ്രാർത്ഥനകളും മറ്റും ഒരു മുഅ്മിനിന് ആവശ്യമാണ്. ഇനി നിപ്പോ വൈറസ് ഒരു സമയത്ത് ഒരു നാട്ടിലെ ചില ആളുകളെ പിടിപെട്ടു. അവരൊക്കെ ഏറ്റവും നല്ല മനുഷ്യന്മാരുമായിരുന്നു. അപ്പോൾ അതിനും ചില അടിസ്ഥാന രേഖകൾ നമുക്കുണ്ട്. അള്ളാഹു അവർക്ക് അതിന്റെ പ്രതിഫലം നൽകി എന്നതാണ്. എന്ന് വെച്ചാൽ അവരുടെ ദറജ ആഖിറത്തിൽ അള്ളാഹു ഉയർത്തുന്നു എന്നതാണ് അതിന്റെ മറ്റൊരു വശമുള്ളത്. എന്നാൽ വിശ്വാസി സംബന്ധിച്ചിടത്തോളം വിശ്വാസി അതിനെ അവന്റെ വിശ്വാസാടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് വീക്ഷിക്കേണ്ടത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ സന്ദർശിക്കുന്നു. അദ്ദേഹത്തിന് രോഗമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, നീ പരിശുദ്ധനാണ് അള്ളാഹു ഉദ്ദേശിച്ചാലെന്ന്. ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ബേജാറാവേണ്ട, വെപ്രാളപ്പെടേണ്ടതില്ല. അള്ളാഹു തന്ന രോഗമല്ല, അത് അള്ളാഹു മാറ്റിക്കും, അള്ളാഹു തന്നെ അത് നീക്കും എന്നതാണ്. പക്ഷെങ്കിൽ അതിൻ്റെതായ വിശ്വാസ യോഗ്യതയിൽ നമ്മൾ നിൽക്കണമെന്നാണ്. ആ മനുഷ്യൻ തിരിച്ചങ്ങനെയല്ല. ഇത്രക്കും പ്രയാസപ്പെടുന്ന ഞാൻ തഹൂറാണോ എന്ന നിലക്കുള്ളൊരു ചിന്ത മനസ്സിനകത്ത് കയറിയപ്പോൾ അതിന്റെ പ്രതിഫലനം അവിടെ സംഭവിച്ചു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും.
അപ്പോൾ ഓരോ പ്രത്യാഘാതങ്ങളും പ്രയാസങ്ങളുടെയും ഭീതിയുടെയും ഒക്കെ വശങ്ങൾ മുമ്പിൽ വരുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ കാര്യങ്ങളൊക്കെ അത്ഭുതകരമായിട്ട് ആവണം. നാം വന്നത് നമ്മുടെ ഒരു അടിസ്ഥാന ഗേഹമുണ്ടായിരുന്ന സ്വർഗലോകത്ത് നിന്നാണ്. നാം അങ്ങോട്ട് പോവേണ്ടവരുമാണ്. അപ്പോൾ ഏതെങ്കിലും പരീക്ഷണത്തിന് വിധേയമായിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷണത്തിൽ നമ്മൾ അകപ്പെട്ടാൽ നമ്മൾ പോകുന്നത് അള്ളാഹുവിന്റെ ആ തയ്യാറാക്കപ്പെട്ട റഹ്മത്തായ ആ ഗേഹത്തിലേക്കാണ്. അപ്പോൾ ആ ഗേഹത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തുന്നു എന്ന ഒരർത്ഥം അവിടെ നിലനിൽക്കുമ്പോൾ അതിലും ആശങ്കപ്പെട്ട് ബേജാറാവാൻ ഇല്ല എന്നർത്ഥം മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. മുഅ്മിൻ എപ്പോഴും അങ്ങനെയാണ്. മാത്രമല്ല ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയും പ്രയാസപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെയും അള്ളാഹുവിന്റെ അംബിയാക്കൾക്ക് വരെ ഇത്തരത്തിലുള്ള വലിയ പ്രയാസങ്ങൾ വന്നിട്ടുണ്ടല്ലോ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനവറുകളുള്ളത് സലാലയിലാണ്, നമുക്കതറിയാം. ആ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം നഷ്ടപ്പെട്ടു, മുഴുവനും നഷ്ടപ്പെട്ടു. ഭാര്യയും മക്കളുടെയും ഒക്കെയും അകൽച്ച ഉണ്ടായി. രോഗം കൊണ്ടുള്ള വിഷമം വന്നു, വേദനയുള്ള രോഗമായിരുന്നു. പക്ഷേ മഹാനവറുകൾ പറഞ്ഞ വാക്കെന്താണ്? ഇന്നീക്കത് മസ്സനിയുർ അന്ത അർഹമുർ റഹീമീൻ. റഹ്മാനെ, എന്തോ ഒരു ചെറിയ പ്രയാസം എന്നെ പിടികൂടിയിട്ടുണ്ട്, നീ അർഹമുർ റഹ്മാനാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നൊരു പാഠമുണ്ട്. നമ്മൾ റഹ്മാനുർ റഹീം എന്ന സിഫത്തുകളെ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ തട്ടിക്കൊണ്ടത് ഉരുവിടുക, പറയുക എന്നത്, അതിലൂടെ റഹ്മാനായ റബ്ബിനെ നമ്മൾ ഓർക്കുക എന്നതാണ്. അന്ത അർഹമുർ റഹീമീൻ. ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ 3 പ്രാവശ്യം അർഹമുർ റഹീമീൻ എന്ന് പറയണമെന്നുണ്ട്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ അതൊന്നും മറക്കാതെ എടുക്കാൻ നമുക്ക് കഴിയുകയും വേണം. അതുപോലെ തന്നെ പ്രവാചകർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പല നിർദ്ദേശങ്ങളും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് അവനിക്കൊരു പ്രയാസവും എത്തില്ല. അവൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകിട്ടുമായിട്ട് അവൻ പറയുന്നു, ബിസ്മില്ലാഹില്ലദി ലാ യദുർറുഹു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമമാണ് ഉച്ചരിച്ചത്. അതുകൊണ്ട് തന്നെ ആ നാമം കൊണ്ട് പറഞ്ഞാൽ ഒരു പ്രയാസം അവന് വരില്ല. രാവിലെ പറഞ്ഞാൽ വൈകിട്ട് വരില്ല, വൈകിട്ട് പറഞ്ഞാൽ രാവിലെ വരില്ല. മാത്രമല്ല വീണ്ടുമുണ്ടല്ലോ സൂറത്തുൽ യാസീൻ ലിമാ ഖുരിഅ, ഏതൊന്ന് ഉദ്ദേശത്തിൽ ഓതിയോ അതിനു വേണ്ടിയിട്ടാണ്. സുബഹയുടെ ശേഷം ഒരാൾ അത് ഓതിക്കഴിഞ്ഞാൽ അസ്തമയം വരെ അവനക്കൊരു പ്രയാസവും വരില്ല എന്നാണ്. അസ്തമയ സമയത്ത് ഓതിക്കഴിഞ്ഞാൽ നേരം വെളുക്കും പോലെ അവനക്കൊന്നുമില്ല എന്നാണ്. സൂറത്തുൽ ബഖറയിലെ അവസാന 2 ആയത്തിനെ സംബന്ധിച്ച് നമുക്ക് പാഠം നൽകി കഫത്താഹു എന്നാണ്. അവർക്കത് മതിയായതാണ്. വിശ്വാസിയെ സംബന്ധിച്ച് നമുക്ക് ആ ആയത്തുകൾ ഓതാലോ, ആ ആയത്തുകളെടുത്ത് പാരായണം ചെയ്യാലോ. ഇതൊക്കെയും നമുക്ക് രക്ഷാ കവചങ്ങളാണ്. അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടുള്ള ആ രീതികൾ സ്വീകരിക്കുക എന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നതും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നതുമായ ആ സുന്നത്തുൻ നബവിയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു അവസരം അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ബോധവാന്മാരാവുക. ഇപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞു. കാരണം ആ സൂറത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ട് വരുന്നില്ല എന്നതാണ് അതിന്റെ മറ്റൊരു വശം. നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. എന്നപോലെ തന്നെ ലഖദ് ജാഅക്കും എന്നുള്ള സുബ്ഹയിൽ 7 പ്രാവശ്യം വൈകിട്ട് 7 പ്രാവശ്യം ഓതുമ്പോൾ അതുകൊണ്ട് അവനിൽ നിന്നുമുള്ള പ്രയാസങ്ങളെ തട്ടും, മരണത്തെ എന്നുവരെ ഉണ്ട് എന്ന് വെച്ചാൽ നല്ല സുഗമമായ മരണം അവനിക്ക് കിട്ടും എന്നാണ് അതിന്റെ അർത്ഥം. ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ ഇല്ലയോ ആലോചിച്ച് നോക്കണം. നമുക്കതിനൊന്നും ടൈമില്ല. ഏതോ ഒരു വല്യപ്പ അല്ലെങ്കിൽ കുറച്ച് തെക്കുവയുള്ള ഏതൊക്കെ കുറച്ച് ആൾക്കാർ ചെയ്യുന്നു. നമ്മൾക്ക് ആർക്കും അതൊന്നും ആവശ്യമില്ല. ഇപ്പോഴെങ്കിലും അതൊക്കെ എടുത്തു ചെയ്യാനുള്ള ഒരു ത്വരയും അതിലേക്കുള്ള അടുപ്പവും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ രക്ഷയുണ്ട്, നമുക്ക് സമാധാനമായിട്ടിരിക്കാം. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തന്ന ആയത്തുകളുണ്ട്. അത് ഞാൻ പാരായണം ചെയ്യുന്നുണ്ട്, അത് ഞാൻ എടുത്തു പ്രയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദജ്ജാലിന്റെ ശല്യത്തെ തൊട്ട് കാവലിന് 10 ആയത്ത് സൂറത്തുൽ കഹ്ഫിൽ നിന്ന് ദിവസം പാരായണം ചെയ്ത് നമുക്ക് പ്രത്യേകമായ സുന്നത്തുണ്ട്. ഇതൊക്കെയും അറിഞ്ഞു, പക്ഷെങ്കിൽ ഇതൊക്കെ ആ മനസ്സറിഞ്ഞ് ഉള്ളറിഞ്ഞ് ചെയ്യാനുള്ള ഒരു മാനസികതയിലേക്ക് നമ്മൾ എത്താതെ എവിടെയോ എത്തിപ്പെട്ടോ അതായിരിക്കും നമ്മൾക്കുള്ള അപചയ കാരണമെന്ന് ചിലപ്പോൾ ചിന്തിച്ചാൽ തെറ്റാവില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക അതാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ശാസ്ത്രത്തിന്റെ പുരോഗമനം എന്ന് പറയണ്ട. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൈ ശരിക്ക് കഴുകാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആൾക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് കുറച്ച് അകന്നു നിൽക്കാനും നമ്മോട് പറയുന്നുണ്ട്. അത് കാരണങ്ങളുണ്ട്. മനുഷ്യന്റെ ചൂടും മനുഷ്യന്റെ സ്പർശവും ഒക്കെ പലതിനും കാരണമാക്കുന്നുണ്ട് എന്നാണ്. മുതഹറായ നുഫൂസുകൾ അല്ലെങ്കിൽ
അതായത് മയക്കും മരുന്നും മറ്റുമൊക്കെ ഉള്ളത്, അതല്ലെങ്കിൽ നിസ്കാരമൊന്നുമില്ലാത്ത പൈശാചികമായ സ്വഭാവത്തിലുള്ള ശാരീരികമാണെങ്കിൽ, അള്ളാഹുവിന്റെ ആജ്ഞകളെ ധിക്കരിച്ചുകൊണ്ടുള്ള സ്വഭാവങ്ങളെ കൊണ്ട് പെരുമാറപ്പെടുന്ന ശരീരഭാഗങ്ങളൊക്കെ വെളിവാക്കപ്പെടുന്ന സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പൈശാചികത തന്നെയാണ്. അതിനോടൊക്കെ നിങ്ങൾ അകന്നു നിൽക്കുക എന്നത് തന്നെയാണ് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ഫൈറോസിന്റെ പേടി വരുമ്പോൾ മാത്രമല്ല, അല്ലാത്തടത്തവും അതൊക്കെ നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെയുള്ള ഒരു സൂക്ഷ്മത നമ്മൾക്ക് കാണിക്കാൻ കഴിയുകയും വേണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് വലിയ രക്ഷ, നമുക്ക് സമാധാനം നമുക്ക് കിട്ടുകയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലുള്ള മാർഗരേഖകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ കൈ കഴുകണം, ഹാൻഡ് വാഷ് ചെയ്തിട്ട് നിങ്ങൾ കയറിയാൽ മതി എന്നൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് വുളു ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. വുളുവോട് കൂടെ ഭക്ഷണം കഴിക്കുക എന്നാണ്. അതിന്റെ ഒരർത്ഥം കൈകൾ കഴുകുക എന്ന അർത്ഥം വെച്ചിട്ടുമുണ്ട്. ഏതായിരുന്നാലും വുളു ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ശരീരത്തിന്റെ ഉൾഭാഗങ്ങളിലേക്ക് ബാക്ടീരിയകൾ, ഫൈറോസുകളുടെ ഒക്കെ കടന്നുകയറ്റം വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തേണ്ടുന്ന സ്ഥലങ്ങൾ, അത് കടന്നു കയറാൻ ഏറ്റവും കൂടുതൽ കാരണമാവുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളാണ് നാം കഴുകി വൃത്തിയാക്കുന്നത്. അത് വരുന്നത് മുൻകൈയിലാണ്. അതുകൊണ്ട് ആ മുൻകൈയിനെ നമ്മൾ ശരിക്ക് വൃത്തിയായിട്ട് ഉള്ളും പുറവും വിരലുകൾ കോർത്തിണക്കിയിട്ടൊക്കെ അതിന്റെ കയ്യിന്റെ നല്ല ഉള്ളനടിയൊക്കെ സ്പർശിപ്പിച്ച് വെച്ചുകൊണ്ട് കഴുകണം. നമ്മോട് ഫതഹുൽ മുഈനിലും നൂറുൽ അബ്സാറിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുത്തിയെടുക്കും പോലെ ഒന്ന് വെള്ളത്തിൽ കൈയിട്ട് പോന്നു നമ്മൾ എന്നേ ഉള്ളൂ. അപ്പോൾ അത് പറഞ്ഞു. അതിനുശേഷം നോക്കൂ, മുഖം കഴുകുന്ന സമയത്ത് നമ്മുടെ സ്പേസ് അതെപ്പോഴും നമ്മൾ പുറത്താ. അപ്പൊ അതിൽ വരുന്ന ചളികളുണ്ടെങ്കിൽ, എണ്ണമയമുണ്ടെങ്കിൽ, വല്ലതും അകത്തേക്ക് പ്രവേശിക്കാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴുകിക്കളയുന്നു. 5 സമയത്ത് നമ്മൾ അത് കഴുകിക്കളയുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളെ, കൈകളെ, അതുപോലെ തന്നെ കാലിലൂടെ പടരുന്നു എന്നതുകൊണ്ട് തന്നെ കാല് നമ്മൾ ശരിക്കും വൃത്തിയായിട്ട്, കാല് കഴുകാൻ തന്നെ പറഞ്ഞത് തഹ്ലീൽ ചെയ്യണം. ശരിക്ക് വെള്ളം ഒഴിച്ച് എണീറ്റ് പോകാനല്ല പറഞ്ഞത്. വിരലുകളുടെ ഇടകളിലൊക്കെ ചിക്കകത്തി അടിയും മടമ്പിന്റെ ഭാഗങ്ങളൊക്കെ നോക്കി കഴുകാനൊക്കെ പറഞ്ഞു. അതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വന്നാൽ നമുക്ക് ധൈര്യമായിട്ട് പോകാം. അള്ളാഹുവിന്റെ ആജ്ഞകളിൽ നമ്മൾ സംതൃപ്തരുമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതേ പ്രകാരം തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളിൽപ്പെട്ട പലവർക്കും പല പ്രാർത്ഥനകളും പല സന്ദർഭങ്ങളിലായിട്ട് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. മഹാനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പോലുള്ളവരൊക്കെ മഹാനാ പ്രവാചകനോടൊപ്പമുള്ള സമയത്ത് അവർക്ക് പല പ്രാർത്ഥനകളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട്. കാരണം ഈ ദുന്യാവില് ഇല്ല ആളുകൾ മുഴുവനും ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ കഴിയില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉപകാരം കൊടുക്കാനും കഴിയില്ല. രണ്ടും യാഥാർത്ഥ്യമാണ്. നമ്മൾ ഉദ്ദേശിക്കും പോലെയല്ല. റബ്ബിന്റെ തീരുമാനങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ റബ്ബിലേക്കുള്ള അടുപ്പമാണ് വേണ്ടത്. അള്ളാഹുവിനുള്ള ഷിഫയിലാണ് നമ്മൾ കാക്ഷിക്കേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ഇങ്ങനെയുള്ള ഹദികളൊക്കെ വരുന്ന സമയത്തും അവന് മനസ്സ് ബേജാറാവുകയാണ്, വെപ്രാളപ്പെടുകയാണ്, വിഷമം വരികയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനകളിൽ അവൻ നിരതരാവുകയാണ്. അങ്ങനെയാണ് മുഅ്മിനാവുക. മുഅ്മിനല്ലാത്ത വിശ്വാസത്തിലേക്ക് അടുക്കാത്തവരാണെങ്കിൽ ഓല അപ്പോഴും ആ സമയത്തും ഏതന്നെയായിരിക്കും. അറഫയിലും ചായ കച്ചവടം ചെയ്തു എന്ന് പറഞ്ഞ പോലെ അവരപ്പോഴും അവരുടെ കച്ചവടവും കാര്യങ്ങളുമായിട്ട് പോകും. അങ്ങനെയും ഒരു വിഭാഗം ഇല്ലാതിരിക്കില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വരുമ്പോൾ നമ്മുടെ നാട് പ്രാദേശികതയിലും ഒക്കെയും ഹറാമുകൾ നിറഞ്ഞൊഴുകുന്ന ഒരു ചുറ്റുപാട് ഉണ്ടെങ്കിൽ, കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ജോലികളിലും കാശ് സമ്പാദ്യങ്ങളിലും വരുമ്പോൾ അള്ളാഹുവിന്റെ അദാബുകൾ നമ്മളിലേക്ക് വരും, ഉറപ്പാ. നമുക്കറിയാലോ, എത്രയോ ഹദീസുകൾ അതിന് ലക്ഷ്യമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ, മാ നസല ബലാഉൻ ഇല്ലാ ബിദംബിൻ എന്നാണ് പറഞ്ഞത്. ഒരു ബലാവും ഇവിടെ ഇറങ്ങുന്നില്ല ഇല്ലാ ബിദംബിൻ, ദോഷം കൊണ്ട് അല്ലാതെ എന്നാണ്. ബാഹ്യമായിട്ട് നമുക്ക് പല കാരണങ്ങളും കണ്ടെത്തി. അഴുകിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ കാര്യമാണ്, അതല്ലെങ്കിൽ നമ്മൾക്ക് വിലക്കപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കലാണ്, പന്നിയുടെയും മറ്റുമൊക്കെ ഇറച്ചി എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഹലാലല്ലാത്ത ഹറാമായ ഭക്ഷണങ്ങൾ അനധികൃതമായിട്ട് വാരിക്കൂട്ടി സംഭരിച്ചതാണ് മുക്കോളം തിന്ന് നമ്മൾ വയറ് നിറക്കുന്നത്. അതങ്ങനെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട അന്യന്റെ സ്വത്ത് അപഹരിച്ച് കഴിക്കുന്ന ചുറ്റുപാടുകൾ, അതങ്ങനെ ബാഹ്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകൾക്ക് എതിര് ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് ബലാ ഇറങ്ങുക എന്നുള്ളതും ഉണ്ട്.
ഇന്നത്തെ സാഹചര്യം വിലനിരുത്തി നോക്കിയാൽ നമുക്കറിയാൻ കഴിയുന്ന സത്യവും അത് തന്നെ. പറയാൻ നമ്മൾ ഇഷ്ടം പോലെ ആളുകളുണ്ട്. നമ്മൾ നോക്കൂ, ഖിയാമത്തിന്റെ അവസാന അടയാളമായിട്ടൊക്കെ പറഞ്ഞതിൽ പള്ളികൾ അധികരിക്കുന്നുണ്ട്. മുളത്തിന് പള്ളികൾ അധികരിച്ചു. ഈ പള്ളികളൊക്കെ അധികരിച്ചു വന്നപ്പോൾ നമ്മളോട് ഈ പള്ളിക്കൊക്കെ പോകണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നു. എവിടെയാണ് തെറ്റുള്ളത്? എവിടെയാണ് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്? നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒക്കെയും ഒരു പേരിനോ പെരുമക്കോ തൻ്റെ വ്യക്തിത്വത്തെ പിടിച്ച് മനസ്സിലാക്കി കൊടുക്കാനോ ഒക്കെ ആയോ? പലവരൊക്കെ പള്ളികളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇറക്കാൻ ഇവിടെ നിന്ന് ഇറക്കാൻ ഇങ്ങനെയൊക്കെയുള്ള കുൽസിത ശ്രമങ്ങൾ നടത്തി. ഇപ്പൊ ആരോടും ചെല്ലണ്ട അറിഞ്ഞു. ആലോചിച്ച് നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒരു മുഅ്മിനെ സംബന്ധിച്ച് അതിലൊക്കെയും അവന് രണ്ട് വശമുണ്ട്. ഒന്നുകിൽ മഅസിയത്ത് കൊണ്ട് അള്ളാഹു ഇതൊക്കെ ഇറക്കിയതാണ് എങ്കിൽ ആ മഅസിയത്തിൽ നിന്ന് എളുപ്പം തൗബ ചെയ്യുക, അതാണ് വേണ്ടത്. അതല്ല, വ്യാപകമായിട്ട് വന്നൊരു മുസീബത്ത് അവനും കിട്ടിയെങ്കിൽ അള്ളാഹു അവന്റെ ദറജ ഉയർത്തുകയുമാണ്. അങ്ങനെയും നമുക്ക് സമാധാനിക്കാം. പ്രവാചകരുടെ സംഭവങ്ങൾ നമുക്കതിന് സാക്ഷിയുമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ, മാ നസല ബലാഉൻ ഇല്ലാ ബിദ്ദംബി, ദോഷം കൊണ്ടല്ലാതെ ഒരു ബലാവും അള്ളാഹു ഇവിടെ ഇറക്കുന്നില്ല. പിന്നെ അതിന്റെ ഉയർച്ച എങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ബലാഇനെ ഇല്ലാ റഫഅഹു ബി ശുക്രിൻ, അള്ളാഹുവിലേക്ക് ശുക്ർ ചെയ്യുക, നന്മ ചെയ്യുക, അതുകൊണ്ടാണ് അള്ളാഹു ഇതിനെ ഉയർത്തുകയുള്ളൂ. മറ്റൊരു ഭാഗത്ത് വന്നത് ഇല്ലാ ബി തൗബത്തിൻ, തൗബ കൊണ്ടല്ലാതെ. ഒരടി കിട്ടുമ്പോൾ വിദ്യാർത്ഥിക്ക് മനസ്സിലാവും നാളെ എഴുതേണ്ടത് എഴുതാതെ ചെന്നാൽ ഇനിയും അടിയായിരിക്കുമെന്ന്. നമുക്കൊരടിയും കിട്ടിയിട്ടില്ല, ഒരു നുള്ളും കിട്ടിയിട്ടില്ല, ഒരു തട്ടും കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ വീണ്ടും ഞെളിഞ്ഞുകൊണ്ട് കാണിക്കൊണ്ടൊക്കെ കാണിച്ച് ജീവിക്കുന്ന ഒരു ചുറ്റുപാട് വന്നപ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണം നമ്മളിൽ വന്നു എന്ന് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യത. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ചിന്ത വികസിപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, വലനബിലുവന്നക്കും ബിശ്ശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏതൊരു മുസീബത്തും നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ കാരണത്താലല്ലാതെ ഇവിടെ വരില്ല എന്നതും നമുക്ക് ഖുർആൻ തന്നിട്ടുണ്ട്. അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. വലനബിലുവന്നക്കും ബിശ്ശൈഇൻ മിനൽ ഖൗഫ്, ഒരു ഖൗഫിലാണ് ഇപ്പോൾ നമ്മള്. ആളുകളുമായിട്ട് സമ്പർക്കത്തിന് കഴിയുന്നില്ല, പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ കഴിയുന്നില്ല. എവിടുന്നാണ്, ആരിന്നാണ്, എപ്പോഴാണ് ഇത് വരിക എന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ നമുക്ക് ഖൗഫുണ്ട്. ഖൗഫിന്റെ വക്കാത്താണ് നമ്മൾ സ്ഥിരമായിട്ട് ജീവിച്ചിരുന്ന മണ്ണിൽ കാലുകുത്തി നിൽക്കാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായങ്ങൾ വന്നുപോയി. മഅസിയത്തെ അധികരിപ്പിച്ചതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള ഖൗഫുണ്ടായിപ്പോയി. സാമ്പത്തികമായ നഷ്ടങ്ങൾ പെരുത്തു. അത് മാത്രവുമല്ല, നമ്മൾക്ക് താങ്ങും തണലുമാകുന്ന ആളുകളുടെയൊക്കെ അടുപ്പങ്ങൾ കുറഞ്ഞു പോകുന്ന ചുറ്റുപാടുകൾ നിലവിൽ വന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നമ്മളിലേക്ക് വരും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കാകട്ടെ. ഇപ്പോൾ വളരെ ഭീമാകാരമായ ഒരു പർവ്വതങ്ങളോ മറ്റോ ഒന്നുമല്ല നമ്മളെ ഭീഷണിപ്പെടുത്തിയത്. ഒരു ചെറിയ ജീവിയാണ് ഫൈറോസ്, കൊറോണ. അത് വന്നു, നമ്മൾക്ക് വല്ലാത്ത ആശങ്കയായി. 2 വർഷങ്ങൾക്ക് മുമ്പും ഇതിന്റെ ചില വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതന്ന് വ്യാപകമായിട്ട് വന്നില്ല എന്നതാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ശരീഅത്തിന്റെ വശങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ യുക്തിചിന്തകരോ നിരീശ്വരത്വമുള്ളവരോ ഒന്നും മേക്കോട്ട് കയറാൻ ശ്രമിക്കണ്ട. ഓരോ അസന്നിഗ്ധ ഘട്ടങ്ങൾ വരുന്ന സമയത്തും വിജയം നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. അത് നാം ചെയ്യേണ്ടുന്നത് എന്ത്, സാമൂഹികമായ ബോധത്തോടുകൂടെ പ്രവർത്തിക്കേണ്ടത് എന്ത് എന്നാണ്. അള്ളാഹുൽ ഭരമേൽപ്പിച്ചുകൊണ്ട്, അള്ളാഹുൽ തവക്കൽ ചെയ്തുകൊണ്ട് ഞങ്ങളൊക്കെ പള്ളിക്കൊക്കെ പോകും എന്ന് പറയുന്നതല്ല ഇസ്ലാം. മറിച്ച് സാമൂഹികമായ രക്ഷകൾക്ക് വേണ്ടിയിട്ട് അതത് സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ഉണ്ടാകുന്ന കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് സമൂഹത്തോട് ഒപ്പം നിൽക്കുന്ന ആശയത്തെ പഠിപ്പിച്ച ഒരു മത അനുയായികളാണ് നമ്മളെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ദീനിന്റെ ചട്ടക്കൂട്ട് അങ്ങനെയാണ്. പ്രവാചകൻ അത് കൽപ്പിച്ചിട്ടുമുണ്ട്. താഊനൊക്കെ വന്ന സമയത്ത് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും.
ഉള്ളയിടത്തുനിന്ന് നിങ്ങൾ പോവരുത്, ഉള്ളയിടത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യരുത് എന്നാണ്. അതിന്റെ ഇന്തിഷാറിനെയാണ് നമ്മളോട് ഉണർത്തിയത്. പക്ഷെ ഇന്തിഷാർ എങ്ങനെ വരികയുള്ളൂ? അള്ളാഹുവിന്റെ ഖലാ കൊണ്ടേ വരുള്ളൂ, അത് ഉറപ്പാ. അതിനെ കാവല് വിഖായക്ക് വേണ്ടി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും പറയും പോലെ നമ്മുടെ ശാരീരികമായ ആന്തരികമായ ശുദ്ധത നമ്മിൽ നിന്ന് എടുത്തു പോകുന്ന ഒരു ചുറ്റുപാട് വന്നുപോയി. വീടുകളിലെ അകത്തളങ്ങൾ മുഴുവനും നജസിന്റെ ചില കൂടങ്ങളായിപ്പോയി. നമ്മളെ വീടിന്റെ അകത്തൊക്കെയും ബാത്റൂമുകളാണ്, കുഴപ്പമില്ല. പക്ഷെ അത് സൂക്ഷ്മതമായിട്ട് ശ്രദ്ധിച്ചു വേണം. അവിടങ്ങളിൽ നിന്നൊക്കെയും അതിൽ നിന്നും പലതും നമുക്ക് കിട്ടാൻ സൂക്ഷിക്കാൻ സാധ്യതയുണ്ട്. അത് പോകുന്നു, അതിന്റെ കതകങ്ങൾ തുറന്നിടുന്നു, അതിന്റെ മണങ്ങൾ അകത്തുകൂടെയൊക്കെ വരുന്നു. കാഴ്ചക്ക് നല്ല ടൈൽസോ മാർബിളൊന്നും ആയിട്ട് കാര്യമില്ല. കുറച്ച് അകലെയാണ് ഇതിനൊക്കെ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് റൂമാന്തരം അതായി, നജസുകളൊക്കെ അതിന്റെ അകത്തായി. ഇപ്പോൾ ബാഹ്യമായ കാരണങ്ങൾ നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെയും സൂക്ഷ്മതയിൽ അതിനെ കാണാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. പ്രവാചക വചനങ്ങൾ നമ്മളതിൽ സ്വീകരിക്കേണ്ടതുണ്ട്. ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള വശങ്ങളിലും നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ബലനബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, നിങ്ങൾക്ക് ജൂഅ് വരും, വിശപ്പ് വരും. നോക്കൂ, ഇപ്പോൾ തന്നെ എല്ലാം അടഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ഭക്ഷണ സാമഗ്രികൾ നമ്മുടെ മുമ്പിലേക്ക് എത്തില്ല. ഇനി കിട്ടണമെങ്കിൽ അതിന് വിലവർദ്ധനവ് അത് അങ്ങോട്ടൊരു ഭാഷത്തോ അതും വന്നേക്കാം. അള്ളാഹു കാക്കട്ടെ. മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, നിങ്ങളെ സ്വത്തിനൊക്കെ നാശനഷ്ടങ്ങൾ വരും, നിങ്ങളുടെ ശരീരങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരും. വസ്സമറാത്ത്, നിങ്ങൾ ഭുജിച്ചുകൊണ്ടിരിക്കുന്ന പല സാധനങ്ങളൊക്കെ കിട്ടാതെ പോകും. ഒരർത്ഥം അല്ല, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് താലോലിച്ച് വളർത്തപ്പെടുന്ന നിങ്ങളുടെ മക്കളുടെ വിയോഗമുണ്ടാവും. വസ്സമറാത്ത്, എന്നിട്ട് അല്ലാഹു പറയും വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാശീലരെ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കിന് ആദിയായി ബേജാറായി ആകെ കൂടി തളർന്ന് പ്രഷറൊക്കെ കൂടി. അങ്ങനെയല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അള്ളാഹുവിലേക്ക് അടുക്കപ്പെടേണ്ടുന്ന വഴികൾ മുഴുവനും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവാചക കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, പലതും ഇപ്പോഴുമുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ കാലത്ത് നമ്മുടെ മുമ്പിൽ നമുക്കായിട്ട് പള്ളികൾ അടക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞൊരു സമയം വന്നിട്ടുണ്ടെങ്കിൽ അത് ഓരോ വ്യക്തിയും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആലോചിക്കണം, എങ്ങോട്ടാണ് ഈ പോക്കൊക്കെ. പള്ളികൾ അധികരിച്ചില്ലാത്തത് കൊണ്ടല്ലല്ലോ, സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടല്ലല്ലോ, ഒക്കെയും അങ്ങനെയാണ്. പള്ളികളിലും ഒക്കെയും ഹറാമിന്റെ പൈസ കലർന്നോ? ആരുടെയൊക്കെയോ ഹറാമിന്റെ പലിശയുടെ ഒക്കെ കാശ് കൊടുത്തിട്ട് അതുകൊണ്ടൊക്കെ പള്ളി ഉണ്ടാക്കിയോ? അള്ളാഹു ഇഷ്ടപ്പെടാതെ പോയോ? ആർഭാടങ്ങൾക്ക് വേണ്ടിയിട്ട്, റിയാഇന് വേണ്ടിയിട്ട്, ലോകമാന്യത്തിന് വേണ്ടിയിട്ടൊക്കെ കഅബയിലേക്കും മക്കയിലേക്കും കഅബയിലേക്കും മദീനയിലേക്കും ഒക്കെ നമ്മൾ പോയോ? ഒക്കെ നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആമായ ഒരു മുസീബത്ത് അവിടെ മുമ്പിലുണ്ടെങ്കിൽ അതിൽ പല കാരണങ്ങളും ഉണ്ടാവും. പള്ളികളെടുക്കുന്നു, അവിടെ ചില മേൽക്കോയ്മകൾ കാണിക്കാനും വേണ്ടിയിട്ട് അതിന് പള്ളികൾ വേണം. അവിടെങ്കിലൊക്കെയാണ് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. ഒക്കെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് തോന്നാവുന്ന വിധത്തിലുള്ള ടെക്നോളജിയുടെ വളർച്ച അത് വ്യാപകമായിട്ട് വന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ അങ്ങോട്ട് ആകൃഷ്ടരായി. അതിനും വലിയ ടെക്നോളജികളൊക്കെ പ്രവർത്തിപ്പിക്കപ്പെടാൻ കഴിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരൊക്കെ എന്തൊക്കെ പരീക്ഷണങ്ങളിലൊക്കെ നടന്നൊക്കെ കൈമലർത്തുന്നിടത്തില് പറയുന്ന യുക്തിവാദിക്കും പറയുന്ന നിരീശ്വരവാദിക്കും മെഡിസിനിൽ അത്ര കഴിവുണ്ട് എന്ന് പറയുന്നവർക്കും സയന്റിസ്റ്റിനും ഒക്കെ എന്താവെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ. എന്താ എത്താത്തത്? അള്ളാഹുവിന്റെ പടപ്പത്തരങ്ങളായ നമ്മുടെ കഴിവിനൊരു പരിധിയുണ്ട്. അള്ളാഹു തന്ന കഴിവിന് കൊണ്ടല്ലാതെ ചെയ്യാൻ ആരെക്കൊണ്ടും കഴിയില്ല. അവിടെയാണ് വനക്സിമിനൽ അംവാലി വല്ലംഫുസി വസ്സമറത വബശ്ശിരി സ്വാബിരീൻ. എന്നിട്ട് പറഞ്ഞു അല്ലദീന അസാബത്തും മുസീബത്തും ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചവനെ, കൊറോണയുടേതൊക്കെ കേട്ടു വന്നു, ഞങ്ങൾ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു, തൗബ ഞങ്ങൾ ചെയ്യുന്നു, ഇസ്തിഗ്ഫാർ ഞങ്ങൾ ചെയ്തൊക്കെ ഉണ്ട്. ഇനി അതിന്റെയും അപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൽ നിന്നാണ് ഞങ്ങളൊക്കെ ഉള്ളത്, അള്ളാഹുലേക്ക് മടക്കപ്പെടുകയാണ്. അപ്പോൾ ആ സുന്ദരമായ റാഹത്തുള്ള ആ റഹ്മത്തിന്റെ കപാടങ്ങൾ തുറക്കപ്പെട്ട സ്വർഗീയ ലോകത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ അതിന് ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിലും നമുക്ക് ബേജാറില്ല എന്ന രീതിയിലാണ് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. എന്നാൽ രാജ്യവ്യാപകമായിട്ട് വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ അവിടെ തഖ്വ ഉന്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അവിടുത്തെ തഖ്വ അതാണ്, അതൊക്കെ അംഗീകരിക്കലാണ്, അത് കേൾക്കലാണ്, അതില് നിൽക്കലാണ്. സമൂഹത്തിന് വേണ്ടി എല്ലാ
എല്ലാവർക്കും വേണ്ടി ഒരുമയോടുകൂടെ നിൽക്കുക എന്നാണ്. ഇതിന്റെയും ഒക്കെയും മറ്റൊരു വശം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു നമ്മളെ പഠിപ്പിക്കാതെ പഠിപ്പിച്ചു എന്ന് പറയണ്ട, നമ്മളെ ശരിക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു വൈറസിന്റെ ഒരു ആഘാതം വന്നപ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി. പോകേണ്ട അടുത്ത് പോകുന്നില്ല, വാഹനം ഓട്ടേണ്ട അടുത്ത് ഓട്ടുന്നില്ല, കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്നു, ഒക്കെ നമ്മൾ കേട്ടു. പക്ഷെങ്കിൽ അള്ളാഹുവാണ് ഏക ഇലാഹ്, അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഛിന്ന ഭിന്നമാവരുത് എന്ന് പറഞ്ഞിരുന്നു. ഈ ഛിന്നതയും ഭിന്നതയും നമ്മൾ അടിക്കടി വർദ്ധിപ്പിച്ചു. ഒരു മഹലിന്റെ അകത്താണെങ്കിൽ, ഒരു രാഷ്ട്രീയ സംഘടനയ്ക്കകത്താണെങ്കിൽ, ഒരു വീട്ടിന്റെ അകത്താണെങ്കിൽ, ഒരു 4 മരുമക്കൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ എവിടെയും അനൈക്യം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞു. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വിഷയത്തിൽ കഴിവുകളോ അല്ലെങ്കിൽ മറ്റോ ഉണ്ടെങ്കിൽ അവനെ അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത സ്വഭാവത്തിന്റെ ദൂഷ്യ സ്വഭാവക്കാരായി മറിഞ്ഞു. പ്രാദേശികമായ മറ്റു ആർക്കെങ്കിലും ഒരു സ്വഭാവമുണ്ടെങ്കിൽ അവരോട് കൂടെ നിന്നുകൊണ്ട് പലവരെയും താഴ്ത്താനും അകറ്റാനും ശ്രമിച്ചു. അള്ളാഹുവിന് കഴിയൂലേ, അള്ളാഹു അറിയില്ലേ ഇതൊക്കെ? അപ്പോൾ ഐക്യത്തിന്റെ ബോധത്തിൽ നിന്നും നമ്മൾ അകന്നു പോയത് ഒരു കാരണമായിട്ട് തന്നെ കാണണം. ചെറിയ ചെറിയ വിഷയങ്ങൾ എടുത്തുകൊണ്ട് വെറും അടിയും പിടിയും ആയിട്ട് മറിഞ്ഞു. പള്ളികൾ പൂട്ടിക്കപ്പെടുന്ന മറ്റും പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലൂടെ നടന്നു. ഒക്കെ എന്റേതാണ്, എന്നിലാണ്, എന്റെ കയ്യിലാണ്, ഞാനാണ് സ്വർഗത്തിന്റെ ചാവി എന്ന പോലെയുള്ള പ്രവർത്തനങ്ങളും വന്നോ? ഉണ്ടെങ്കിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയും വലുതൊന്ന് വരാനുണ്ടോ? നമ്മുടെ കൺമുമ്പിൽ കണ്ടില്ലേ? എന്നിട്ടും ഇളക്കമില്ലാത്ത കുന്നുകുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങൂല എന്നൊരു പഴമൊഴിയുണ്ട്. എന്ന പോലെ എന്തെന്നെ കുലുങ്ങിയാലും ശരി, നമുക്ക് നമ്മുടേതായ പണികള്, നമ്മുടേതായ കോലങ്ങള്, ചേലുകള്, അതങ്ങനെ തന്നെ ഒരു പാട്ടിൽ അങ്ങനെ പോകും. ശീലിച്ചതേ പാലിക്കൂ എന്നതുപോലെ, പഠിച്ചു വെച്ച ആ പഠിപ്പുകളെ പയറ്റൂ എന്നതുപോലെ നാം ഇപ്പോഴും ആ വഴികളിലൂടെ ഒക്കെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ ശുദ്ധതയും ആ ഒരു വിശുദ്ധതയും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. പറയുന്ന ഞാനടക്കം നമ്മൾ അതിൽ ഭാഗവാക്കാവാൻ പാടില്ല. ഇത്തരത്തിലുള്ള സൂചനകൾ വരുമ്പോൾ ആ സൂചനകളിൽ അള്ളാഹുവിലേക്ക് അടുക്കണം, മനസ്സറിഞ്ഞുകൊണ്ട് അടുക്കണം. അവിടെയാണ് പലവരും പല പല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ബേജാറാവുന്നത്. മോൻ കുറെ ദൂരത്തുണ്ടല്ലോ, അല്ലെങ്കിൽ ഗൾഫിലുണ്ടല്ലോ, ഇനി എല്ലാ സാമ്പത്തിക നിലയും നിലച്ചു പോകും, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ്. പക്ഷെങ്കിൽ എനിക്ക് എൻ്റെ ശരീരത്തിലുണ്ടായ ഞാൻ ചെയ്തു കൂടിയ പല തെറ്റുകൾക്ക് തൗബ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാലും ആലോചിച്ചിട്ടുണ്ടോ? അതാണ് ആലോചിക്കേണ്ടത്. പടച്ചോനെ, തൗബയുടെ കവാടം അടയുന്നതിന് മുമ്പായിട്ട് ഒരു നസ്ഹായ തൗബ ചെയ്യാൻ നമുക്ക് കഴിയണം. ആ തൗബ ചെയ്തിട്ടില്ലല്ലോ റബ്ബേ ഞാൻ എന്നുള്ള ബേജാറിൽ തൗബയിലേക്ക് അടുക്കുന്നുണ്ടോ? അവിടങ്ങളിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് തന്നെയാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവിലേക്ക് ഞങ്ങൾ മടങ്ങുന്നു, അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കുന്നു. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ളൊരു ജീവിതം നമ്മുടെ മനസ്സുകളിൽ നിന്നും മറിഞ്ഞുപോയി. സുബഹയുടെ പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ വരെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹിൻ നുശൂർ, ഈ വാക്കെന്താ ആലോചിക്കണ്ടേ? അല്ലാഹുമ്മ ഗഫിർ ലി ദുനൂബി പറയണ്ടേ? അതിനോടൊപ്പം തന്നെ പ്രവാചകൻ ഓർക്കേണ്ടതില്ലേ? ഇങ്ങനെ ആയിരിക്കണ്ടേ നമ്മുടെ ജീവിതത്തിന്റെ നിലവാരങ്ങളിൽ നമ്മൾ യുക്തരും ശക്തരുമാവേണ്ടത്. ആ ഒരു മരണത്തിൽ നിന്നും നമുക്ക് ഉയർച്ച കിട്ടി. എവിടെയാ നമ്മൾ എത്തിപ്പെട്ടത്? എങ്ങോട്ടാ നമ്മളൊക്കെ ചിന്തിച്ചത്? വളരെ കാലികമായിട്ടുള്ള വിഷയങ്ങൾ ഇതിനകത്ത് ഉണ്ട്. നമ്മളത് ചിന്തിക്കേണ്ടതുണ്ട്, നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് അള്ളാഹുവിന്റെ ആജ്ഞകൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും അകന്നു മാറുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളാണിത് എന്ന് നമുക്ക് പടം നൽകുകയാണ്. ഖിയാമത്തിനെ സംബന്ധിച്ച് സൂറത്തു നഹ്ലിൽ തന്നെ ആദ്യം പറഞ്ഞ അത്താ അംറുല്ലാഹി ഫലാ തസ്തഅ്ജിലു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയത്തിന്റെ ബാക്കി ഭാഗങ്ങളിലും ഇതിന്റെ ഒക്കെയും ശ്രദ്ധീകരണം നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ ചെറിയ വസ്തുക്കളെ കൊണ്ട് നമ്മളെ വലിയ പരീക്ഷണങ്ങൾ നൽകുകയാണ്. എന്തെല്ലാം വലിയ വലിയ ഗോപുരങ്ങൾ പോലത്തെ ടെക്നോളജിയുടെ വളർച്ചകൾ ഇവിടെ അകത്തുണ്ടായിപ്പോയി. പക്ഷെ നമ്മുടെ കൺദൃഷ്ടിക്ക് കാണാൻ കഴിയാത്ത ആറ്റം, ജുസുല്ലദിലാ എന്ന് പറയുന്ന സാധനങ്ങളുടെ വരവ്, ഇലക്ട്രോണോ പ്രോട്ടോണോ ന്യൂട്രോണോ എന്തൊക്കെ ആയിട്ട് നമുക്ക് വിശദീകരിക്കാം. ആ കടന്നു കയറ്റങ്ങൾ അപ്പോൾ പറയലും വാക്കുകൾ അധികരിപ്പിക്കുന്നതിലും അപ്പുറം കാര്യങ്ങൾ ഏറ്റെടുത്ത് മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് വിശ്വാസിയുടെ ഐഡന്റിറ്റിയിൽ നിൽക്കാൻ നമുക്ക് കഴിയണം.
നമ്മെയും നമ്മുടെ അഹലുകാരെയും നമ്മുടെ നാടിനെയും നമ്മുടെ പരിസരത്തെയും ചുറ്റുപാടിനെയും നമ്മുടെ എല്ലാ നാട്ടിനെയും നാട്ടുകാരെയും അള്ളാഹു ഇത്തരം മാരകമായ മാരികളിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. ഓരോ സ്ഥലത്തും സന്ദർഭത്തിലും സാഹചര്യത്തിലും ചെയ്യേണ്ടുന്നത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യാൻ ആർക്കും കഴിയാതെ പോവുകയാണ്. ആരോ ഒരാൾ ചെയ്തു എന്നതാണ്. അതിന് ആരോ ഒരാൾ ചെയ്തതിന് അത് നമ്മളിങ്ങനെ എടുത്ത് പറയുകയും ചെയ്യും. വാസ്തവത്തിൽ അത് വേണ്ടതാണ്. പക്ഷെങ്കിൽ അത് എനിക്കുമുള്ളതാണ്, ഞാനും ചെയ്യേണ്ടതാണ് എന്ന ഓർമ്മയില്ല. അവിടെയാണ് അപജയങ്ങളും അപകടങ്ങളും നമ്മുടെ മുമ്പിൽ വരുന്നത്. അള്ളാഹു എല്ലാ ആഫത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ഏവരെയും കാത്തു രക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നസീഹ എല്ലാവരും കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെയുള്ള നസീഹ കേട്ടിട്ടുണ്ട് എന്ന് ഒന്ന് അറിയിക്കാനും എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.